ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകത്തിൻ്റെ വിശേഷങ്ങളോ വീട്ടുവിശേഷങ്ങളോ ഏലത്തിൻ്റെ വിശേഷങ്ങളോ പച്ചക്കറിയുടെ വിശേഷങ്ങളോ ഒന്നും തന്നെ അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മടി കാണിക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് കാക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാ വർഷത്തെ പോലെയല്ല, ഈ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെയും കേക്ക് കട്ട് ചെയ്ത് ഒരു ബർത്ത്ഡേ പോലും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. എങ്കിൽ ഈ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഞെട്ടിച്ച് കളയാമെന്ന് പറഞ്ഞ് കാക്കുവിന് ഞങ്ങളൊരു സർപ്രൈസ് കേക്ക് ഒരുക്കി വെച്ചിരുന്നു. കാക്കു എങ്കിൽ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വർഷം പോലും ബർത്ത്ഡേ ഓർക്കാറില്ല കേട്ടോ. ഞാൻ വന്നതിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പറയുന്നത് നിങ്ങളുടെ ബർത്ത്ഡേ ആണ്, അങ്ങനെയാണ് പലപ്പോഴും ഓർക്കുന്നത്. പക്ഷേ ഈ വർഷം എന്നാണെന്നറിയത്തില്ല, ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു ജൂൺ 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. പിന്നെ കുക്കുവിന് നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നു വാപ്പയുടെ ബർത്ത്ഡേ ജൂൺ 8-ാം തീയതിയാണ്. അപ്പം ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ പൊതുവേ സെലിബ്രേറ്റ് ചെയ്യാറില്ല കേട്ടോ. ഞങ്ങളുടെ ബർത്ത്ഡേ, മക്കളുടെ ബർത്ത്ഡേ അല്ല, ഞങ്ങളുടെ ബർത്ത്ഡേക്കൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ഞാനൊരു ഹോം ബേക്കറാണെന്ന് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ട്. കസ്റ്റമറുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. എന്നാൽ വീട്ടിലെ കേക്ക് ഉണ്ടാക്കിയപ്പോൾ നല്ല ടെൻഷനായിരുന്നു എനിക്ക്. ഏത് ഡിസൈൻ കൊടുക്കണം, എങ്ങനെ ചെയ്യണം, കുറേ നേരം ആലോചിച്ചു കേട്ടോ. എത്ര ആലോചിച്ചിട്ട് ഒരു സിമ്പിൾ ഡിസൈൻ തന്നെ കിട്ടിയുള്ളൂ. വലിയ ഡെക്കറേഷനൊന്നും ഞാൻ കൊടുത്തില്ല. കസ്റ്റമർ കേക്കിന് ഓർഡർ പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഡിസൈൻ ഉണ്ടെങ്കിൽ ഇട്ട് തരാൻ. അതല്ലെങ്കിൽ അവർ കൂടുതലും പറയുന്നത് കൊച്ചിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാനാണ് പറയുന്നത്. അപ്പോഴൊന്നും എനിക്ക് ഇത്രയും വലിയ ടെൻഷൻ എനിക്ക് തോന്നിയിരുന്നില്ല. എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്തങ്ങ് ചെയ്യും. ചിലപ്പം ഇന്ന് ചെയ്ത ഡിസൈൻ തന്നെ ആയിരിക്കും കേട്ടോ നാളെയും ചെയ്യുന്നത്. ചിലർ സ്റ്റാറ്റസ് കണ്ട് ഇഷ്ടപ്പെട്ട് അവർ സെലക്ട് ചെയ്ത് വിടും. അതുപോലെ തന്നെയാണ് കേട്ടോ, മക്കളൊന്ന് വീണാലോ മക്കൾക്ക് എന്തെങ്കിലും വയ്യാഴി വന്നാലോ പെട്ടെന്നൊന്നും എനിക്ക് മരുന്ന് കിട്ടത്തില്ല. എന്നാൽ അയലോക്കത്തെ മക്കളൊക്കെയാണ് വീഴുന്നെങ്കിൽ എനിക്ക് എത്ര മരുന്ന് അറിയാവോ ഞാൻ പെട്ടെന്ന് ചെയ്യും. എൻ്റെ മക്കളാണെങ്കിൽ എനിക്കറിയത്തില്ല, പെട്ടെന്ന് കൈയും കാലും ഒക്കെ വിറച്ച് അങ്ങനെ കാണാൻ മറന്നു പോകുന്നതായിരിക്കും എന്തോ. അതുപോലെ തന്നെയാണ് ഈ കേക്കിന് സംഭവിച്ചേക്കുന്നത്. എന്താണേലും വളരെ സിമ്പിൾ ഡിസൈനാണെങ്കിലും ഞാൻ ഒരെണ്ണം ഒപ്പിച്ചെടുത്ത് കേട്ടോ. ഈ കേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊന്നും മക്കൾക്കോ കാക്കുവിനോ അറിയില്ല ഇവിടത്തേക്കുള്ള കേക്കാണെന്ന്. കസ്റ്റമറിൻ്റെ കേക്കാന്ന് മാത്രമേ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞുള്ളൂ. മോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, നാളെ വാപ്പയുടെ ബർത്ത്ഡേ അല്ലേ, കേക്ക് ഉണ്ടാക്കുന്നില്ലേ എന്ന്. ഞാൻ പറഞ്ഞു എന്നാത്തിനാ ബർത്ത്ഡേ, ഇത്രയും നാളൊന്നും കേക്ക് മുറിച്ചില്ലല്ലോ, പിന്നെ ഇനി എന്നാത്തിനാ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നതെന്നൊക്കെ ഞാൻ അവളോട് ചോദിക്കും. എന്നാലും നമുക്കൊരു കേക്ക് ഉണ്ടാക്കണ്ടേ, നമുക്ക് കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ കയറ്റി വിട്ടിയാണ്. സാധാരണ 2 ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ കാക്കു എഴുന്നേറ്റ് വന്ന് ചെയ്ത് തരും കേട്ടോ. ഇന്നലെ എന്തോ ജലദോഷമോ ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാക്കു കേക്ക് ചെയ്യുന്നിടത്ത് വന്നുമില്ല. ഞാനിട്ട് വിളിച്ചുമില്ല കേട്ടോ, കാരണം സർപ്രൈസ് ആയിട്ട് കൊടുക്കണമല്ലോ. വേറെയും ഓർഡർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 2-3 ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടാകും ശ്രദ്ധിച്ചില്ലെങ്കിലും ചോദിച്ചു ഈ 2 നില കേക്ക് ആർക്കാന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓർഡറാണ്, പെട്ടെന്ന് വന്നൊരു ഓർഡറാണ്, അതാ ഇപ്പം ഇത്രയും താമസിച്ച് ചെയ്യാനായിട്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാക്കു കേക്കൊന്നും കഴിക്കുകയില്ലായിരുന്നു. കാക്കു എന്നല്ല, ഞാനും അങ്ങനെ അധികം കേക്ക് കഴിക്കുകയില്ല. ഇഷ്ടമാണ് കേക്ക്, എങ്കിലും ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന കേക്ക് പെട്ടെന്ന് മടുത്തു പോകുമായിരുന്നു. അതുമല്ല ഭയങ്കര മധുരമായിരിക്കും. മധുരത്തിനോട് പൊതുവേ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ചേ കഴിക്കാറുള്ളായിരുന്നു. എന്നാൽ വീട്ടിൽ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ 2 കിലോ കേക്ക് മുറിച്ചാലും പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അത്രയും നമ്മൾ കഴിക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കും. കേക്കിൻ്റെ ലെയർ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു ഏത് ഫ്ലേവറാണ് വേണ്ടിയത് കേട്ടോ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു അതെന്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, കസ്റ്റമർ പറഞ്ഞില്ലേന്ന്. ചെറുതായിട്ടൊന്ന് അവിടെ ഒന്ന് പാളിയേനെ, പക്ഷെ ഞാൻ അവിടെ എങ്ങനെയോ രക്ഷപ്പെട്ടു. ശരിയാണല്ലോ ഞാൻ മറന്നുപോയെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഞാൻ അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്താണെങ്കിലും അവർക്കൊക്കെ മനസ്സിലാകുന്നത് ഇന്ന് കേക്കിൻ്റെ മുകളിൽ എഴുതിയപ്പോഴാണ്. അത് ഏകദേശം വൈകിട്ട് ഒരു 6-7 മണിയോട് കൂടിയാണ് കേട്ടോ ഞാൻ എഴുതിയത്. കാക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് കരുതി. ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഈ കേക്കിൻ്റെ പണി തുടങ്ങുന്നത്. ഒരു ദിവസം മുന്നേ തുടങ്ങി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് നേരത്തെ ചെയ്യും. അത്യാവശ്യം എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. പിന്നെ പൂവും ഡിസൈനുകളും അതുപോലെ തന്നെ പേരും ഒക്കെ മാത്രമേ പിറ്റേ ദിവസത്തേക്ക് കൊടുക്കാനായിട്ടുള്ളൂ. അതും ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് ആയതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പേരൊക്കെ എഴുതി സെറ്റാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കും. ഒരു ദിവസം മുഴുവൻ ഫ്രിഡ്ജിലിരുന്ന് ഒന്നുറങ്ങി എഴുന്നേൽക്കുന്ന കേക്ക് അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഞാൻ ഉണ്ടാക്കി തന്ന കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് കേക്ക് കഴിച്ചിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് ഒന്ന് മറക്കാതെ മടി കൂടാതെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ലെയറും ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റാക്കിയാണ് 3 ലെയറും കറക്റ്റാക്കി ഞാൻ എടുക്കുന്നത്. അതുപോലെ ടൈം എടുത്തുകൊണ്ടാണ് കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടുമാണ് കേട്ടോ, പറഞ്ഞ് കേട്ടെടുത്തോളം. കേക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി കട്ട് ചെയ്ത ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എനിക്ക് കസ്റ്റമർ ഇട്ട് തരാറുണ്ട്. ആ കൂടെ തന്നെ എനിക്കൊരു ഫീഡ്ബാക്കും തരും. ആ ഫീഡ്ബാക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കസ്റ്റമറിന് കേക്ക് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, കേക്ക് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെടുന്നോ ആ അനുഭവം സത്യസന്ധമായ ഒരു ഫീഡ്ബാക്കായി എനിക്ക് തരണമെന്ന്.
അത് കൊള്ളത്തില്ലെന്ന് തന്നെ പറഞ്ഞോളാം ഞാൻ പറയും. ഇതുവരെ ആരും അങ്ങനെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. അവർക്കുള്ള അഭിപ്രായങ്ങൾ അവരെന്നോട് പറഞ്ഞു തരും. ഈ ഫീഡ്ബാക്ക് ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് അടുത്ത തവണ അത് മാറ്റണമെങ്കിൽ മാറ്റാമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് കേക്ക് ചെയ്ത കൂടെ തന്നെ 2 ഓർഡർ വേറെയും ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണിത്. 2 കേക്കും ഓരോ കിലോയുടെയാണ്. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. പാക്ക് ചെയ്ത് കഴിഞ്ഞാണ് ഓർത്തത്. 2 കളറുള്ള ബോക്സിലാകുമ്പോൾ മാറിപ്പോകുമല്ലോ, അതിന് വേണ്ടിയാണ് 2 സൈസ് ബോക്സ് വെച്ചേക്കുന്നത്. കാക്കൂനുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഓർത്തത് വിട്ടുപോയി. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. വളരെ സിമ്പിളെന്ന് തന്നെ പറയാം. മക്കൾക്ക് 2 റോസാപ്പൂ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം 2-3 റോസാപ്പൂ മണ്ടേ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയ മൊട്ടായിട്ട്. ഇത്രയും പകലും എല്ലാം കറണ്ട് വന്നും പോയി നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ കാക്കു വന്ന സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു. അതെന്നാ ബിരിയാണി? ഓ അടിപൊളി. നമുക്കിവിടെ കുഴിമന്തി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുള്ള കുഴിമന്തിയാണോ? അൽഫാം മന്തിയോ? ഞങ്ങൾ ബെല്ലടിക്കുമ്പോഴത്തേന് ഹാപ്പി ബർത്ത്ഡേ പാടി കേക്ക് മുറിക്കാൻ വേണ്ടി റെഡിയായി നിന്നാണ്. പക്ഷേ ബെല്ലടിക്കാൻ കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ കാക്കു വന്ന് വിളിച്ചപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ കേക്കൊന്നും മേശപ്പുറത്ത് സെറ്റാക്കി വെച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് സർപ്രൈസുമായാണ് കാക്കു എത്തിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ അങ്ങോട്ട് സർപ്രൈസ് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുഴിമന്തിയൊക്കെ ആയിട്ട് വന്നു. സാധാരണ എന്നോട് വിളിച്ച് ചോദിച്ചു ഞാൻ എന്തോരം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഹാഫ് വേണോ ഫുള്ള് വേണോ എന്നൊക്കെ. ഇതൊന്നും ചോദ്യമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ മക്കൾ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു മക്കളല്ലേ, അവർക്ക് തോന്നിയ രീതിയിൽ മോള് ബർത്ത്ഡേ കാർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുക്കുവാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും കാക്കുവിന് അറിയത്തില്ല കേട്ടോ ഞങ്ങളിങ്ങനെ ഒരു ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. കുറേ നേരം നോക്കിയിരുന്നിട്ട് കറണ്ടിൻ്റെ ഒരു അനക്കവും കാണാതായപ്പോൾ എന്നാൽ പിന്നെ കേക്ക് മുറിച്ചേക്കാന്ന് ഓർത്ത് കേക്ക് എടുത്തു. എന്തിനാ ഇത്രയും വലിയ കേക്ക് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കേട്ടോ. ചെറിയ കേക്ക് പോരായിരുന്നു, എന്തിനാ ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആദ്യമായിട്ട് കാക്ക ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു കേട്ടോ. എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾക്കറിയാമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കേക്ക് മേടിച്ച് മുറിച്ച് ആഘോഷിക്കാറൊന്നുമില്ല. ഞങ്ങളുടെ 2ൻ്റെ ബർത്ത്ഡേ മക്കളത് മാത്രം ഒന്ന് കേക്കൊക്കെ വാങ്ങിച്ച് ആഘോഷിക്കും. ആഘോഷമായിട്ടൊന്നുമല്ല കേട്ടോ, വല്ലപ്പോഴും ഓരോ കേക്ക് മാത്രം. ആ കേക്ക് കൂടുതലും ഞങ്ങളും ആയിരിക്കുമല്ലോ മേടിക്കുന്നത്. മക്കളുടെ ബർത്ത്ഡേക്ക് ആങ്ങളമാരോ അമ്മച്ചി കാക്കുവിൻ്റെ വീട്ടിൽ നിന്നോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും മേടിക്കുന്നത്. പിന്നെ കാക്കു ഇടയ്ക്കൊക്കെ വാങ്ങിക്കും. അങ്ങനെ വലിയ ആഘോഷമായിട്ട് നമ്മൾ കേക്ക് എടുക്കാറില്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഒരു ഹോം ബേക്കറായി മാറാൻ കാരണവും. നമുക്ക് കേക്ക് മേടിക്കാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ ഒരു ഇതിനെ അടിസ്ഥാനമൊക്കെ ആക്കി. അതൊരു വലിയൊരു സ്റ്റോറിയാണെന്ന് തന്നെ ഞാൻ പറയാം പിന്നീടത്. ഈ കേക്ക് 2 ടയർ കൊടുത്തെങ്കിലും 2 ഫ്ലേവറാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ലെയർ സ്ട്രോബെറിയും മുകളിലത്തെ ലെയർ വരുന്നത് ബട്ടർ സ്കോച്ചും. അങ്ങനെ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. 2 ഫ്ലേവറിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ 2 ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കേക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തട്ടുമായിരുന്നു. ഇപ്പോൾ വേണ്ട പെട്ടെന്ന് തന്നെ ഇത്രയും ഭാഗം തീർന്നു. ഇനി ഇത് സൈറാമോൾക്കും ഇഷാനും കൂടിയുള്ള കേക്കാണ്. നാളെ രാവിലെ ഇത് വീട്ടിലെത്തിക്കണം. രാത്രി ഇത്രയും വൈകി പോയത് കൊണ്ടാണ്, അല്ലെ കുഞ്ഞുങ്ങൾക്ക് എത്തിക്കും. എനിക്കറിയാം പൊതുവേ ബർത്ത്ഡേയുടെ അന്ന് ഹാപ്പി ബർത്ത്ഡേ വാപ്പി എന്ന് എഴുതാനേ മക്കൾ സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തൻ്റെ ഒരു കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ കാക്കു എന്ന് എഴുതിയതാണ്. ഇത് ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇടയ്ക്ക് മക്കൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഈ മാസം തന്നെ ആയിരുന്നു സ്കൂൾ തുറന്ന അന്ന് ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോഴത്തേന് എന്താണെങ്കിലും ഈ മാസം വാപ്പിയുടെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഹാപ്പി ബർത്ത്ഡേ കാക്കു എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഈ മാസം ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് ജൂൺ മാസം ഒരുപാട് പ്രധാനപ്പെട്ട മാസമാണ്. കാക്കുവിൻ്റെ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ, അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി, ഒരുപാട് തീയതികളുള്ള മാസമാണ് ജൂൺ മാസം. മുറിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും കറണ്ട് പോയി കേട്ടോ. ഞങ്ങളെ കറണ്ട് വന്നും പോയി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ക്ഷമയൊന്നുമില്ല കറണ്ട് വരുന്നത് നോക്കി നിൽക്കാനായിട്ട്. ഫുഡ് അല്ലെങ്കിൽ തന്നെ തണുത്ത് തുടങ്ങി. വന്നതേ കാക്കു പറഞ്ഞാണ് പൊട്ടിച്ച് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ കേക്ക് മുറിക്കാനുള്ളതുകൊണ്ട് കറണ്ട് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അൽഫാം മന്തിയാണ് കേട്ടോ. എന്നോട് കുഴിമന്തിയാണെന്ന് വെച്ചാൽ കുഴിമന്തിയാണെന്ന് പറഞ്ഞു. അൽഫാമാണെന്ന് വെച്ചാൽ അൽഫാം, പല പേരിൽ പറഞ്ഞു. പക്ഷേ ഇത് അൽഫാം മന്തിയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഫുൾ അൽഫാം മന്തിയുടെ ആവശ്യമില്ല. റൈസ് നല്ലതുപോലെ ബാക്കിയായിരുന്നു. ചിക്കൻ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഓരോ പീസ് എല്ലാവർക്കും വെച്ച് കൊടുത്തതാണ്. ആൾക്ക് പൊതുവേ ബിരിയാണി മന്തി അങ്ങനെയുള്ള ഒന്നും കഴിക്കുകയില്ല കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സൈസ് തോന്നുന്നു നിന്ന്. ഇപ്പോൾ ഇടയ്ക്ക് മക്കളിങ്ങനെ ആഗ്രഹം പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി കുറേശ്ശെ കഴിക്കും. എന്നാലും വലിയ പിടുത്തമൊന്നുമില്ല, ചോറ് തന്നെ വേണം. ആദ്യമായിട്ടാണ് ഞാൻ ബർത്ത്ഡേ ആയതുകൊണ്ടാവാം ഞാൻ കേട്ടതേ ഇല്ല ചോറ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ എടുത്ത് വെച്ച് കൊടുത്ത മന്തി മുഴുവനും കഴിച്ചു. പിന്നീട് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു.
വിശേഷ ദിവസം പോലും ബിരിയാണി ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത ആൾ ആദ്യമായിട്ട് മന്തി മുഴുവനും കഴിച്ചു കേട്ടോ. കേക്ക് മുറിക്കലെല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു കാക്കു എന്തിനാ മന്തി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ ട്രെൻഡല്ലേ മന്തിന്ന്. പൊതുവേ ഈ ബർത്ത്ഡേക്കൊക്കെ പിള്ളേർ കേക്കിന് പറഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ അത് ക്യാൻസൽ ചെയ്യും. കാരണം വേറൊന്നുമല്ല, ഇപ്പം കൂട്ടുകാരോടൊപ്പം മന്തി കഴിക്കാൻ പോകുന്നതാണ് ട്രെൻഡായിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു മന്തി ഇരിക്കട്ടെ എന്നോർത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. എന്താ അടിപൊളി മന്തിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചതാണ്ട ഞങ്ങൾ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഇനിയും മന്തി ബാക്കിയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഇവിടെ ഒരു ഹാഫ് മന്തിയുടെ ആവശ്യമേ ഉള്ളൂ, ഒരു ഫുൾ മന്തിയുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലപോലെ റൈസ് ബാക്കിയാണ്. ചിക്കൻ മുഴുവൻ തീരുകയും ചെയ്തു. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ താഴെ വീട്ടിലെത്തിക്കാൻ നോക്കിയേനെ. ഈ സൈസ് സാധനം ഒന്നും ഇവിടെ ചിലവാകുക കേട്ടോ. എന്തോ തക്കാളി സോസോ തക്കാളി രസം പോലെ എന്തോ ഒരെണ്ണമാണ്. അതൊന്നും കഴിക്കത്തില്ല ഇവിടെ. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും തൻ്റെ കറണ്ടൊക്കെ വന്നിരുന്നു കേട്ടോ. ഇടയ്ക്ക് കറണ്ടൊന്ന് വരും, പിന്നെയും പോകും. അങ്ങനെ കറണ്ട് വന്നും പോയിക്കോട്ടെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് മറക്കല്ല, കേക്ക് കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.